കനത്ത ചൂടും വേനൽ മഴയുടെ അഭാവവും കാരണം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല കല്ലുമ്മക്കായ കൃഷി നശിച്ച് കർഷകർ കണ്ണീർ കായലിൽ. വിത്തിട്ട് പ്രതീക്ഷയോടെ കാത്തിരുന്ന കർഷകരുടെ മുന്നിലേക്ക് വിളവില്ലാത്ത നിരാശയുടെ നീണ്ട കയറാണ് ഇത്തവണ കരയ്ക്ക് വലിച്ചു കയറ്റിയത്. കാലാവസ്ഥാ വ്യതിയാനം ചില കാലങ്ങളിൽ വിളവെടുപ്പിനെ ബാധിക്കാറുണ്ടെങ്കിലും ഇതുപോലെ ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. കായലിലെ മുളം തണ്ടുകളിൽ കയറിൽ വിത്ത് കെട്ടിയാണ് കല്ലുമ്മക്കായ കൃഷി ഇറക്കുന്നത്. കടുത്ത ചൂടിൽ കല്ലുമ്മക്കായ കൃഷി പൂർണ്ണമായും നശിക്കുകയായിരുന്നു. ചൂട് നിയന്ത്രിച്ചു നിർത്താനും തണുപ്പിക്കാനും വേനൽ മഴ പ്രധാന ഘടകമായിരുന്നെങ്കിലും ചാറ്റൽ മഴ പോലും ഉണ്ടായില്ലെന്നും കർഷകർ പറയുന്നു. കാസർഗോഡ് ജില്ലയിലെ കണ്ണൂർ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ആയിറ്റി, ഇടയിലേക്കാട്, വലിയ പറമ്പ് തുടങ്ങിയ മേഖലകളിലെ കൃഷിയാണ് കൂടുതലായും നശിച്ചത്. ഒരു കയറിൽ 100-ൽ പരം കായകൾ വിളവെടുത്തിരുന്ന പ്രദേശത്ത് ഇത്തവണ 2-3 കല്ലുമ്മക്കായ മാത്രമാണ് കരയ്ക്കെത്തിക്കാനായതെന്ന് കർഷകർ പറയുന്നു. 30 ലക്ഷത്തിൽ പരം രൂപയുടെ നഷ്ടമുണ്ടായെന്നും കർഷകർ വ്യക്തമാക്കുന്നു. ബാങ്ക് വായ്പ എടുത്തും ആഭരണങ്ങൾ പണയം വെച്ചും കൃഷി ഇറക്കി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതിനിടെയാണ് തിരിച്ചടിയുണ്ടായത്. അതിനാൽ പ്രതിസന്ധിയിലായ കർഷകർക്കും കുടുംബശ്രീ യൂണിറ്റുകൾക്കും സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. നമ്മൾ ആയിറ്റി പുഴയിൽ കല്ലുമ്മക്കായിട്ട അവസ്ഥയാണ് കാണുന്നത്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് എല്ലാ കല്ലുമ്മക്കായും എല്ലാ കർഷകരെയും കല്ലുമ്മക്കായും മൊത്തം വായി വളർന്നിട്ടായില്ല. അത്രയും നഷ്ടമായില്ല. ലക്ഷക്കണക്കിന് റുപ്യ നഷ്ടമാണ് നമ്മൾ ആയിറ്റി ഭാഗത്തുള്ളത്. അതുകൊണ്ട് ഗവൺമെൻറ് ഇതിന് കൃത്യമായിട്ടുള്ളൊരു നടപടി ഇതിന് എടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. സാമ്പത്തിക സഹായം ഓരോ കർഷകനും കൊടുക്കണമെന്നാണ് ഒരു കർഷകൻ നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത്. ആയിറ്റിയിലെ പ്രിയം, മഹിമ, കീർത്തനം എന്നീ കുടുംബശ്രീ യൂണിറ്റുകളുടെ കൃഷി പൂർണ്ണമായി നശിച്ചു. ആയിറ്റി ഭാഗത്തിറക്കിയ 30-ലധികം കർഷകരുടെയും വിളവ് നശിച്ചിട്ടുണ്ട്. അനിയന്ത്രിതമായ ചൂട് മുകൾ ഭാഗത്ത് തട്ടിയതുമൂലം വിളവെടുക്കാറായ കല്ലുമ്മക്കായകൾ വാപ്പിളർന്ന് കായലിൽ കൊഴിഞ്ഞു വീഴുകയായിരുന്നുവെന്നും കർഷകർ പറയുന്നു. പരന്നു കിടക്കുന്ന കായൽ പരപ്പിൽ നീണ്ടു നിൽക്കുന്ന മുളം തണ്ടുകൾ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ, പടന, വലിയപറമ്പ് മേഖലകളിലെ സ്ഥിരം കാഴ്ചയാണ്. കാലാവസ്ഥയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുമാണ് കല്ലുമ്മക്കായ കൃഷി ഈ മേഖലയിൽ സജീവമാകാൻ കാരണം. കവായിയിലെ കല്ലുമ്മക്കായ ഗുണമേന്മയിൽ ഏറെ പ്രശസ്തമാണ്. മത്സ്യത്തൊഴിലാളികൾക്കും കർഷക കൂട്ടായ്മകൾക്കും കുടുംബശ്രീ യൂണിറ്റുകൾക്കും പുറമെ വ്യക്തികളും കല്ലുമ്മക്കായ കൃഷി നടത്തിവരുന്നുണ്ട്. കൃഷി നശിച്ച സ്ഥലങ്ങൾ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘം സന്ദർശിച്ച് വിലയിരുത്തി. കൂടുതൽ നാശമുണ്ടായ ആയിറ്റി, മാടക്കാൽ പ്രദേശങ്ങളിൽ പ്രത്യേക പരിശോധന നടത്തി. സർക്കാർ സഹായിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും കർഷകർ പറയുന്നു. സമകാലിക മലയാളം, കാസർഗോഡ്.